ഇത് ഒലക്കയല്ല. അല്ല. ഇത് ലൈറ്റ് സേബറുമല്ല. അല്ല. നിനക്ക് എന്താ കളിക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തില്ല എന്ന് മാത്രമല്ല, ഒലക്കയായിട്ടും ലൈറ്റ് സേബർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ലൈറ്റിംഗ് എക്വിപ്മെന്റ് ആണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. Hey, what's up guys? My name is Stage and you're watching JIOLOJI. ഈ ഒരു വൈറ്റ് ബോക്സിലാണ് ലൈറ്റ് സ്റ്റിക്ക് വരുന്നത്. ഇതിൽ നോക്കിയാൽ ലൈറ്റ് സ്റ്റിക്കിന്റെ ഗ്ലോ ചെയ്യുന്നതും പിന്നെ അതിന്റെ ബാൻഡോർ സെറ്റപ്പ് ഓപ്പൺ ആക്കിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ് കാണാം. ഇത് ഗോഡോക്സിന്റെ LC500R എന്ന മോഡലാണ്. നേരത്തെ ഉണ്ടായിരുന്ന LC500 എന്ന മോഡലിന്റെ ഒരു സക്സസർ ആണത്. ഗോഡോക്സ് ഇഫ് യു ഡോണ്ട് നോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ആക്സസറി ബ്രാൻഡാണ്. ആൻഡ് ഈ ലൈറ്റ് സ്റ്റിക്ക് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും ഒക്കെ വളരെ ഈസി ആയിട്ട് ലൈറ്റ് എഫക്ട്സ് അവരുടെ സീനിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആക്സസറിയാണ്. അതുപോലെ യൂട്യൂബേഴ്സ് ഒരു ഇൻസ്റ്റാഗ്രാമേഴ്സിനൊക്കെ വലിയ ലൈറ്റിംഗ് നോളജ് ഇല്ലാതെ തന്നെ അവരുടെ ഫ്രെയിം കൂടുതൽ അപ്പീലിംഗ് ആക്കാൻ വേണ്ടി ഈ ആക്സസറി യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കൂടെ ഒരു ഗ്രേ ക്യാരിയിങ് കേസ് വരുന്നുണ്ട്. കാഴ്ചയിൽ വളരെ പ്രീമിയം ആൻഡ് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ക്യാരി കേസാണ്. ഹൈ ക്വാളിറ്റി ഫാബ്രിക് ഫിനിഷ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പഠിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ മാനുവൽസ് ആൻഡ് വാറണ്ടി കാർഡ്സ് ഒക്കെ കാണാം. പിന്നെ അതിന്റെ താഴെ ലൈറ്റ്, കൂടെ ഒരു റിമോട്ട് കൺട്രോൾ ആൻഡ് ചാർജിങ്ങിന് വേണ്ടി ഒരു AC പവർ അഡാപ്റ്റർ ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈറ്റ് സൈബർ ഷേപ്പാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ്. മെയിൻ ആയിട്ട് രണ്ട് പാർട്സ് ആണ് ഇതിലുള്ളത്. ഒന്ന് അതിന്റെ ഹാൻഡിൽ ആൻഡ് അതിന്റെ ലൈറ്റ് ചെയ്യുന്ന പോർഷൻ. ഇതിന്റെ ഹാൻഡിലിൽ തന്നെയാണ് ഇതിന്റെ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് പിന്നെ പവർ സോക്കറ്റ് ഒക്കെ ഉള്ളത്. കൺട്രോൾസിനെ പറ്റി കൂടുതലായി ഈ വീഡിയോയിൽ തന്നെ പിന്നീട് പറയാം. പിന്നെയുള്ളത് ഇതിന്റെ സ്റ്റെം ആണ്, വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് LEDs. അവിടെ അഗൈൻ രണ്ട് സൈഡാണ് ഇതിനുള്ളത്. ഒരു സൈഡിലെ ലൈറ്റ് നമുക്ക് ജസ്റ്റ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമാണ് പറ്റുന്നത്. മറ്റേ സൈഡിലാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ, വിച്ച് ഈസ് RGB ലൈറ്റ്. RGB കോമ്പിനേഷനിൽ ഏത് കളർ ലൈറ്റും നമുക്ക് ഈ ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു യൂണിക് ഫീച്ചർ. ലൈറ്റിന്റെ ആൻഡ് ഷാഡോയുടെ ഒരു ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു ബാൻഡോർ കൂടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് പോലെ തന്നെ ഇതൊരു സമയത്ത് ഒരു സൈഡിലേ വർക്ക് ചെയ്യുള്ളൂ, ബട്ട് അത് ഈസിലി സൈഡ് മാറ്റാനും കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ താഴെയും മുകളിലും ഓരോ ട്രൈപോഡ് മൗണ്ട്സും കൊടുത്തിട്ടുണ്ട്. അതിൽ ബേസ് പ്ലേറ്റ് കണക്ട് ചെയ്ത് ട്രൈപോഡ് അറ്റാച്ച് ചെയ്താൽ സീനിൽ എവിടെയെങ്കിലും ഇതിനെ പ്ലേസ് ചെയ്ത് റിമോട്ട് കൊണ്ട് ലൈറ്റ് കൺട്രോൾ ചെയ്താൽ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് 2600 mAh ആണ്. ഫുൾ ചാർജ് ചെയ്ത ബാറ്ററി വെച്ച് ഇത് 1.5 മണിക്കൂർ വരെ ഫുൾ ഇന്റൻസിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബാറ്ററിയിൽ ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് AC അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടും ഇത് വർക്ക് ചെയ്യിപ്പിക്കും. ഇനി നമുക്ക് ഇതിന്റെ കൺട്രോൾസ് ആൻഡ് ഫംഗ്ഷൻസ് ഒക്കെ നോക്കാം. D-pad പോലെ യൂസ് ചെയ്യാൻ കൂടെ പറ്റുന്ന ഒരു ഡയലാണ് ഇതിൽ മെയിൻ ആൻഡ് സെന്ററിൽ ഒരു ഫംഗ്ഷൻ ബട്ടണും ഉണ്ട്. അതിന്റെ മുകളിലായിട്ട് ഒരു LED ഇൻഫർമേഷൻ ഡിസ്പ്ലേയും കാണാം. ഡയൽ മുകളിലേക്ക് പ്രസ് ചെയ്ത് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ കറന്റ് നമ്മൾ ഏത് മോഡിലാണ് ഉള്ളത് എന്ന് കാണിച്ചു തരും. ഈ ലൈറ്റിൽ CCT, HSI, FS എന്നിങ്ങനെ 3 മോഡ്സ് ആണ് ഉള്ളത്. CCT മോഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റിന്റെ കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമാണ് പറ്റുന്നത്. HSI മോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ലൈറ്റിംഗ് എഫക്ട്സ് ആണ്, വിച്ച് ഐ ടോക്ക് അബൌട്ട് ലേറ്റർ ഇൻ ദ വീഡിയോ. ഡയലിന്റെ താഴത്തെ മോഡ് ബട്ടൺ യൂസ് ചെയ്ത് മോഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സൈഡിലെ ഡിം ബട്ടൺ പ്രസ് ചെയ്ത് ഡയൽ തിരിച്ചു കഴിഞ്ഞാൽ ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. 0 മുതൽ 100 വരെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇതിന്റെ ഇന്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. 0 ആണെങ്കിൽ ലൈറ്റ് ഓഫ് ആയിരിക്കും ആൻഡ് 100 ഈസ് മാക്സിമം ബ്രൈറ്റ്നസ്. മാക്സിമം ഇന്റൻസിറ്റിയിൽ ഈ ലൈറ്റ് എത്രമാത്രം ബ്രൈറ്റ് ആണ് എന്നിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഏത് മോഡിലാണെന്നുണ്ടെങ്കിലും ഇന്റൻസിറ്റി സെറ്റിംഗ് കോമൺ ആണ്. അതെല്ലാത്തിലും ഡിം ബട്ടൺ പ്രസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. CCT മോഡ് എടുത്തു കഴിഞ്ഞാൽ ഇന്റൻസിറ്റിക്ക് പുറമെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ലൈറ്റിന്റെ ടെമ്പറേച്ചർ മാത്രമാണ്. ഡയൽ ടേൺ ചെയ്ത് 2500 മുതൽ 8500 കെൽവിൻ വരെയുള്ള റേഞ്ചിൽ നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. നമ്മുടെ സീനിന്റെ ആവശ്യം അനുസരിച്ച് യെല്ലോയിഷ് ഓർ ബ്ലൂയിഷ് ഓർ ന്യൂട്രൽ വൈറ്റ് ഒക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. മോഡ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മോഡായിട്ടുള്ള HSI മോഡിലെത്തും. ഇതിൽ നമുക്ക് റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നീ കളേഴ്സിന്റെ ഏത് കോമ്പിനേഷൻസിലേക്കും ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന 2 സെറ്റിംഗ്സ് ആണ് ഉണ്ടാവുക. ഫംഗ്ഷൻ ബട്ടൺ പ്രസ് ചെയ്ത് ഹ്യൂ ഓർ സാച്ചുറേഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കളർ വീലിലൊക്കെ ഉള്ളതുപോലെ 0 മുതൽ 360 വരെയുള്ള ഏത് കളർ ലൈറ്റും ഡയൽ തിരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. 0 ആൻഡ് 360 എന്ന വാല്യൂസ് ഒബ്വിയസ്ലി റെഡ് ആയിരിക്കും. ബാക്കിയുള്ള കളേഴ്സ് എല്ലാം ഇതിന്റെ ഇടയ്ക്കുള്ള വാല്യൂസ് യൂസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യാം. അതുപോലെ സാച്ചുറേഷൻ 0 മുതൽ 100% വരെ ആയിരിക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ 0 എന്നുള്ളത് വൈറ്റ് ലൈറ്റും 100 എന്നുള്ളത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളറുമായിരിക്കും. ആൻഡ് ഫൈനലി CHGR ബട്ടൺ യൂസ് ചെയ്ത് ലൈറ്റിന്റെ ചാനൽ ആൻഡ് ഗ്രൂപ്പ്സ് ഒക്കെ സെറ്റ് ചെയ്യാം. റിമോട്ട്ലി കണക്ട് ചെയ്യാനും ഓർ സീനിൽ ഒന്നിൽ കൂടുതൽ ലൈറ്റ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് പെയർ ചെയ്യാനൊക്കെയാണ് ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി സ്റ്റുഡിയോ ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് പരിചയമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കും. 32 ചാനൽസ് ആൻഡ് 5 ഗ്രൂപ്പ്സ് ഉപയോഗിച്ച് ഈ ലൈറ്റിന്റെ കണക്ഷൻ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. റേഡിയോ സിഗ്നൽസ് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്തിട്ട് ടെതർലെസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ബാറ്ററിയിൽ ബാക്കിയുള്ള ചാർജ് നമുക്ക് ഇൻഫർമേഷൻ ഡിസ്പ്ലേ കാണാൻ പറ്റും.
ഇതിന്റെ കൂടെ വരുന്ന റിമോട്ട് കൺട്രോളിലൂടെയാണ് ഈ ലൈറ്റ് യൂസ് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആൻഡ് ബെസ്റ്റ് മെത്തേഡ്. ഇതിന്റെ ഹാൻഡിലിൽ എല്ലാ ഫംഗ്ഷൻസിനും കൂടെ 4 ബട്ടൺ ആണെങ്കിൽ റിമോട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷൻസിനും സെപ്പറേറ്റ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സോ വളരെ ഈസി ആയിട്ടൊരു സെറ്റിംഗ് മാറ്റാൻ ഒരു മോഡിൽ നിന്ന് വേറൊരു മോഡിലേക്ക് ജമ്പ് ചെയ്യാൻ കളേഴ്സ് ആൻഡ് ടെമ്പറേച്ചർ ഒക്കെ ഇൻസ്റ്റന്റ്ലി ചേഞ്ച് ചെയ്യാനും റിമോട്ട് ഉപയോഗിച്ച് പറ്റും. റിമോട്ടിന്റെ ബിൽഡ് ആൻഡ് പ്ലാസ്റ്റിക്കിന്റെ ഒരു നിലവാരം എനിക്ക് അത്ര മികച്ചതായിട്ട് തോന്നുന്നില്ല. ആൻഡ് ബട്ടൺ പ്രസ് ഒക്കെ കുറച്ച് ഹാർഡാണ്. 2 AAA ബാറ്ററീസ് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടത്. ആൻഡ് ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റന്റ്ലി ലൈറ്റുമായിട്ട് പെയർ ആവും. ജസ്റ്റ് ബി ക്ലിയർ, ലൈറ്റ് ഓൺ ചെയ്യാൻ ഈ റിമോട്ട് കൺട്രോൾ വെച്ച് പറ്റില്ല. ബട്ട് ഒരു TV റിമോട്ട് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഓൾറെഡി ഓൺ ആയിരിക്കുന്ന ലൈറ്റിന് സ്ലീപ്പ് ആൻഡ് വെയിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഓൺ ആക്കിയാൽ ഫസ്റ്റ് നേരത്തെ ലൈറ്റിന്റെ സെറ്റിംഗ്സിൽ കണ്ടതുപോലെ തന്നെ ചാനൽ ആൻഡ് ഗ്രൂപ്പ് സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. 3 മോഡ്സിനും സെപ്പറേറ്റ് ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നത് വളരെ ഈസി ആൻഡ് ഫാസ്റ്റ് ആയിരിക്കും. ഹാൻഡിലുള്ളതുപോലെ ഇവിടെ ഒരു ഡയൽ ഇല്ല, ബട്ട് ഇതിലൊരു ആക്ച്വൽ ഡി പാഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് യൂസ് ചെയ്ത് ഹ്യൂ, സാച്ചുറേഷൻ, ടെമ്പറേച്ചർ ഒക്കെ ആവശ്യമുള്ള വാല്യൂ സെറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ബട്ടൺ ഹാൻഡിലുള്ള അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും. പക്ഷേ ലൈറ്റ് ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. റിമോട്ട് ഓപ്പറേഷൻസ് മോസ്റ്റ്ലി വളരെ കൺവീനിയന്റ് ആണെങ്കിലും ഒരു കാര്യം എനിക്ക് വളരെ ഇറിറ്റേറ്റിംഗ് ആയി തോന്നി. നമുക്ക് ഏതെങ്കിലും വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ റിമോട്ടിൽ അതിന്റെ വാല്യൂ ചേഞ്ച് ആകും. ബട്ട് ബട്ടണിൽ നിന്ന് കൈ എടുക്കുന്നത് വരെ ലൈറ്റിൽ ആ വാല്യൂ അപ്ഡേറ്റ് ആവില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ലൈറ്റ് ടെമ്പറേച്ചർ 2500 നിന്ന് 5500 ആക്കണമെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ ലൈറ്റ് 2500 നിന്ന് 5500ലേക്ക് ഇൻസ്റ്റന്റ്ലി ജമ്പ് ചെയ്യും. ബട്ട് അതിന്റെ ഇടയിലുള്ള വാല്യൂസ് ഒന്നും അപ്ഡേറ്റ് ആവില്ല. ഹാൻഡിലിൽ നമ്മൾ ഡയൽ തിരിച്ച് വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ വാല്യൂ മാറുന്നതിനനുസരിച്ച് അത് ലൈറ്റിൽ അപ്ഡേറ്റ് ആവും. ബട്ട് റിമോട്ടിൽ അതൊരു ഡ്രോബാക്ക് ആണ്. ഏറ്റവും താഴെ നമുക്ക് 9 ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് 3 ഡിഫറെന്റ് ലൈറ്റ് ടെമ്പറേച്ചർ പ്രീസെറ്റ്സിന് ഡെഡിക്കേറ്റഡ് ബട്ടൺസ് തന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു കളറിൽ നിന്ന് വേറെ ഒരു സ്പെസിഫിക് കളറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വാല്യൂ ചേഞ്ച് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈവൻ നമ്മൾ CCT മോഡലാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു കളർ ബട്ടൺ പ്രസ് ചെയ്താൽ HSI മോഡലായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് മാറിയിട്ട് ആ കളർ വരും. ആൻഡ് തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. ഈ റിമോട്ടിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് ഇതാണ്. അതുപോലെ തന്നെ എഫക്ട്സ് മോഡ് ഓൺ ആക്കാനും അതിലെ എഫക്ട്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ റിമോട്ടിലൂടെ തന്നെ പറ്റും. എഫക്ട്സ് മോഡ്സ് ഇതിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചേഴ്സിൽ ഒന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ലൈറ്റ് എഫക്ട്സ് നമുക്ക് ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഹാൻഡിലിലെ മോഡ് ബട്ടൺ റിമോട്ടിലെ എഫക്ട്സ് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഈ മോഡ് ഓൺ ആക്കാം. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള 14 ലൈറ്റിംഗ് സിനാരിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ എഫക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കളർ സൈക്ലിംഗ് എഫക്റ്റ് ആണ്. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും റാൻഡം ആയിട്ട് സൈക്കിൾ ചെയ്യുന്നതാണ് ഈ എഫക്ട്. സെക്കൻഡ് ഈസ് ഫ്ലാഷ് മോഡ്. നമുക്ക് ഫോട്ടോഷൂട്ട് ഒക്കെ പോലുള്ള സീനുകളിൽ ഒരുപാട് ക്യാമറകളുടെ ഫ്ലാഷ് അടിക്കുന്നത് പോലെയുള്ള ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇത് വെച്ച് ഈസി ആയിട്ട് പറ്റും. മൂന്നാമത്തെ ഒരു ലേസർ ഷോ ആണ്. ഒരു ഡാൻസ് ഒരു പാർട്ടി സീനൊക്കെ ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇടിയും മിന്നലോട്ടുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാലാമത്തെ എഫക്ട്. പഴയ വീടുകളിലേക്കുള്ള ലൂസ് കോണ്ടാക്ട് ഉള്ള ലൈറ്റിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് അടുത്തത്. ഇതിൽ TV എഫക്റ്റ് ഉപയോഗിച്ച് ഒരാളെ TV കണ്ടിരിക്കുന്നത് പോലുള്ള ഒരു ലൈറ്റിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. TVയിൽ നിന്നൊക്കെ വരുന്ന ഒരു ലൈറ്റിന്റെ പാറ്റേണിൽ നമുക്ക് സബ്ജക്റ്റിന്റെ ഫേസ് ലൈറ്റ് അപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത രണ്ടെണ്ണം ഫയർ ആൻഡ് ക്യാൻഡിൽ എഫക്ട്സ് ആണ്. രണ്ടിനും വളരെ സിമിലർ ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ്. ബട്ട് ക്യാൻഡിലും ഫയറും ഫ്ലിക്കർ ആവുന്നതിലുള്ള ഒരു ചേഞ്ച് മാത്രമാണ്. ഇത് വളരെ റിയലിസ്റ്റിക് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. നമ്മൾ ഫയർ വേർഡ്സ് എന്നൊക്കെ വരുന്നത് പോലുള്ള ഒരു ലൈറ്റ് സബ്ജക്റ്റിന്റെ ഫേസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫയർ വേർഡ്സ് എഫക്റ്റ് ഉപയോഗിച്ച് പറ്റും. നമ്മൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ആംബുലൻസ് ഓർ പോലീസ് കാർ ഓർ ഫയർ എഞ്ചിൻ ഒക്കെ പോകുന്ന പോലുള്ള ലൈറ്റ് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 മോഡ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് വളരെ യുണീക്ക് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. ഇതിൽ സൗണ്ടിന്റെ അക്കോർഡിംഗ്ലി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ലൈറ്റ് എഫക്റ്റ് ആണ്. ഒരു മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുമ്പോൾ ലൈറ്റിംഗ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. What's up guys? My name is Jidesh and you're watching JIOLOJI. നമ്മുടെ സൗണ്ടിന്റെ ഇന്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി ആയിരിക്കും ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആൻഡ് കളർ ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഒരു SOS മോഡാണ്. സേവ് അവർ സോഴ്സ് എന്ന കോഡിന് റെസ്പെക്റ്റീവ് ആയിട്ടായിരിക്കും ഇത് ലൈറ്റ് ഫ്ലാഷ് ആവുന്നത്. സോ ഗൈസ്, ഇതൊക്കെയാണ് ഈ ലൈറ്റ് സ്റ്റിക്കിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് മാത്രമല്ല, യൂട്യൂബേഴ്സ്, ഇൻസ്റ്റാഗ്രാമേഴ്സ് ഒക്കെ പോലെയുള്ള വ്ളോഗേഴ്സിന് അവരുടെ സീൻ കൂടുതൽ അപ്പീലിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് ഈസി ആയിട്ട് പറ്റും. അതുപോലെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ലൈറ്റിംഗ് നോളജും ആവശ്യമില്ല. ഓവറോൾ നന്നായി യൂസ് ചെയ്താൽ ക്രിയേറ്റീവ് ലൈറ്റിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്വിപ്മെന്റ് ആണ് ഇത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സജഷൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ലീവ് them in the comment section below as well. I wish everyone a very happy new year and I hope to see you again soon in my next video. Ciao.